പെരുന്നാളും ആറ്റുകാൽ പൊങ്കാലയുമൊക്കെ സമരപ്പന്തലിൽ ആഘോഷിച്ചവർ വിഷുക്കണിയും ഒരുക്കി. വിഷു ആഘോഷിക്കാനും വീട്ടിൽ പോകാൻ കഴിയാത്തതിന്റെയും നിരാശയുണ്ടെങ്കിലും സമൃദ്ധിയുടെ ഈ വിഷുക്കാലത്ത് സർക്കാർ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ കണി കണ്ടുണരുകയാണ് ആശാപ്രവർത്തകരും. വിഷുദിനാഘോഷത്തിലാണ് മലയാളികൾ. വീടുകളിലൊക്കെ കണിയൊരുക്കി, കണി കണ്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, സദ്യ ഒരുക്കി, പടക്കമൊക്കെ പൊട്ടിച്ച് വിഷു ആഘോഷിക്കാനുള്ളതാണ്. പക്ഷേ സെക്രട്ടേറിയറ്റ് നടയിൽ പരിമിതമായ സൗകര്യങ്ങളും വിഷുക്കണിയും ഒക്കെ ഒരുക്കി വിഷു ആഘോഷിക്കുന്ന ചിലർ കൂടിയുണ്ട്. നമ്മുടെ ആശാപ്രവർത്തകർ പെരുന്നാളും ആറ്റുകാൽ പൊങ്കാലയും ഒക്കെ ഈ സമരപ്പന്തലിലാണ് അവർ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. വിഷുവിനും ആ പതിവ് തെറ്റുന്നില്ല. അവർ സമരപ്പന്തലിൽ തന്നെ വിഷു ആഘോഷിക്കുകയാണ്. ഇപ്പോൾ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞ് കൃഷ്ണനും ഇവരുടെ വിഷു ആഘോഷത്തിൽ പങ്കാളിയായിട്ട് എത്തിയിട്ടുണ്ട്. ആശാപ്രവർത്തകയുടെ മകൻ തന്നെയാണ്. പേരെന്താ? വിഷു ആഘോഷം ഇവിടെ ആയോ? അമ്മയുടെ ഒപ്പം ആയോ? അതെ. എന്തോ ഒന്നും. എങ്ങനെയുണ്ട് വിഷു ഒക്കെ? കൈനീട്ടമൊക്കെ കിട്ടിയോ? എത്രാം ക്ലാസ്സിലാ? ഇനി ആറില്ല. വിഷു ആഘോഷവും സമരപ്പന്തലിൽ തന്നെ ആയല്ലേ? വിഷു ആഘോഷവും സമരപ്പന്തലിലായി. ഇപ്രാവശ്യം വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. കൊച്ചുമക്കൾക്ക് കൈനീട്ടം കൊടുക്കാനും പറ്റിയില്ല. അതിൽ സങ്കടമുണ്ട്. മാനസികമായിട്ട് ഒരുപാട് സങ്കടം, പ്രയാസവും സങ്കടവും ഉണ്ട്, ദുഃഖവും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മളെല്ലാ ആശാന്മാരും നമ്മുടെ സമരത്തോടുകൂടി സഹകരിച്ച് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. ഈ പാവപ്പെട്ട ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വിഷുവോടുകൂടി ഞങ്ങളെ വീടുകളിൽ പറഞ്ഞയക്കാനുള്ള സന്മനസ് കാണിക്കണം. ഞങ്ങൾക്ക് തുച്ഛമായുള്ള വരുമാനം ഞങ്ങൾക്ക് ഒന്നിനും തികയുന്നില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും കൂടെ ഒക്കെ കൂട്ടിത്തന്ന് ഞങ്ങളെ വീടുകളിൽ സന്തോഷം വരെ ഞങ്ങളുടെ കൊച്ചുമക്കളുടെയും മക്കളുടെയും കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം, മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം. ഇനിയെല്ലാം മന്ത്രിയുടെ കയ്യിലാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. വിഷുവായി പുത്തൻ പ്രതീക്ഷകൾ നൽകുന്ന ഒരു വിഷുദിനമാണ്. നിങ്ങളുടെ പ്രതീക്ഷ സർക്കാർ കണ്ണു തുറക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർക്കാർ ഇതെല്ലാം കണ്ടിട്ട് സർക്കാരിന്റെ കണ്ണൊന്ന് തുറന്നെങ്കിൽ മതി. അത് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ മതി. ഒരു 5 നിമിഷം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നങ്ങൾ. ഞങ്ങളിപ്പോൾ മിനിമം വേജസിന്റെ കൂടെ ഞങ്ങൾ ഒരു 100 രൂപയുടെ കൂട്ടി ചോദിച്ചോളൂ. ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾക്ക് ഉയർത്തി തന്നാൽ മതി, ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതുപോലും മുഖവിലയ്ക്ക് എടുക്കാൻ അവർ കാര്യമാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. സർക്കാരിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് പൈസയുണ്ട്. ഇപ്പോൾ 4ാം വാർഷികം ആഘോഷിക്കുന്നു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ എല്ലാ ആവശ്യമുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഭരണകൂടത്തെ പിന്നെയും വിശ്വസിക്കണമെങ്കിൽ അവർ ചെയ്യുന്ന നല്ല നന്മകൾ നോക്കിയിട്ടാണ്, ആ പ്രവർത്തികൾ നോക്കിയിട്ടാണ് പിന്നെയും വിലയിരുത്തി അവരെ ഭരണാധികാരത്തിലേക്ക് കയറ്റുന്നത്. ഈ ആഡംബരം കാണിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ ഇങ്ങനെ? മറ്റ് സർക്കാരുകളൊക്കെ ഇവിടെ ഭരിച്ചിരുന്നു. നമുക്ക് ആഘോഷിക്കാം. ഒരു 10ാം വാർഷികം ആഘോഷിക്കാം, ഒരു 25ാം വാർഷികം ആഘോഷിക്കാം, 50ാം വാർഷികം ആഘോഷിക്കാം, 100ാം വാർഷികം ആഘോഷിക്കാം. ഇതൊക്കെയാണ് ഏറ്റവും വലിയതായിട്ടുള്ള ആഘോഷങ്ങൾ. അല്ലെ ഈ വർഷാവർഷം ആഘോഷിക്കുന്നത് വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ. ആണോ? ഇത് സർക്കാർ, ഇത് ഒരു ഭരണകൂടത്തിൻ്റെ ഇതില്ല. ഇത് ആളെ കാണിച്ച് ആളെ കൂട്ടി ഇരുത്തി അങ്ങനെയല്ല കാണിക്കേണ്ടത്. നമുക്ക് ജനകീയമായ ഒരു മുഖ്യമന്ത്രിയായിരിക്കും, ജനകീയനായ ഒരു പ്രതിനിധിയായിരിക്കണം ജനപ്രതിനിധി. എങ്കിൽ മാത്രമേ ആ ജനാധിപത്യ രാജ്യത്തിൽ ആ ജനാധിപത്യ വിശ്വാസങ്ങൾ കാത്തു സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ കുറച്ച് പേരുടെ അല്ലെങ്കിൽ മുതലാളി വർഗത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ അപ്പർ ക്ലാസ്സിനെ മാത്രം നോക്കി ഒരു രാജ്യം ഭരിക്കാൻ ആർക്കും കഴിയില്ല. എപ്പോഴും നോക്കേണ്ടത് താഴെത്തട്ടിലേക്കാണ്. ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മാനിച്ച് വേണം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ, ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സർക്കാർ. പക്ഷേ അവർ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചിരിക്കുന്നു. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ മാറ്റി എഴുതിക്കൊണ്ടാണ് അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. ഈ വിഷുക്കാലം ഒരു മാറ്റം ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ടോ? ഭഗവാൻ കണ്ണ് തുറക്കട്ടെ. ഇവരുടെ അടഞ്ഞ കണ്ണുകൾ, കുരുട്ട് കണ്ണുകളിൽ തിമിരം ബാധിച്ച് ഇവരുടെ കണ്ണുകളൊക്കെ ഒന്ന് തുറക്കാൻ ഭഗവാൻ സഹായിക്കട്ടെ. അതുതന്നെയാണ് പൊങ്കാലയും പെരുന്നാളും ഒക്കെ സമരവേദിയിൽ തന്നെയാണ് ആഘോഷിച്ചത്. ഈ വിഷുക്കാലത്തിനും അതിനൊരു മാറ്റമില്ല എന്നുള്ളതാണ്. അനിശ്ചിതകാല നിരാഹാര സമരവും ഇതിനോടൊപ്പം തന്നെ അവർ തുടരുകയാണ്. ഈ വിഷു ദിനത്തിലും നിരാഹാര സമരം ഇരിക്കുന്ന ആശാപ്രവർത്തകരുണ്ട് ഈ സമരപ്പന്തലിൽ തന്നെ. നിരാഹാരം തുടരുകയാണ് ഈ വിഷുദിനത്തിലും. നിരാഹാരം തുടരുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ 64 ദിവസം കൊണ്ട് ഇവിടെ സമരം ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കേരളം ഭരിക്കുന്ന ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്തേ പറ്റുള്ളൂ. 233 രൂപ കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ സർക്കാരിനും അറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. പക്ഷേ എന്തുകൊണ്ട് സർക്കാർ അത് മനസ്സിലാക്കുന്നില്ല? ഞങ്ങൾ സ്ത്രീകളാണ് ഇവിടെ ഇരുന്ന് സമരം ചെയ്യുന്നത്. 64 ദിവസമായ സ്ത്രീകൾ ഇവിടെ ഇരുന്ന് സമരം ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പ്രാഥമിക ആവശ്യങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോഴൊക്കെ പറയുന്നത് ഞങ്ങളുടെ ആശമാരെ ചേർത്ത് പിടിക്കുന്നത്. അത് പൊള്ളയായ വാക്കാണ്.
കാരണം എന്ന് വെച്ചാൽ 64 ദിവസമായി. അതിൽ ഒരു 10 മിനിറ്റ് സമയം വേണ്ട അവർക്ക് ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങളെ ഒന്ന് ഒത്തുതീർപ്പാക്കി ഞങ്ങളുടെ വീട്ടിൽ വിഷു ആഘോഷിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ടോ? നിരാശയുണ്ട്, തീർച്ചയായിട്ടും വളരെയധികം വിഷമവും നിരാശയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ വിധിയാണ്. എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഇവിടെ വിഷു ആഘോഷിക്കാനാണ് ഞങ്ങളുടെ വിധി. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് നേടിത്തന്ന വിധിയാണത്. അത് എങ്ങനെയെങ്കിലും ആ വിധിയെ ഒന്ന് മാറ്റി സർക്കാർ തന്നെ എഴുതണം. എത്രയും വേഗം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒത്തുതീർപ്പാക്കി ഈ സമരത്തിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിയോട് പറയാനുള്ളത്. സമ്പദ് സമൃദ്ധിയുടെ ഒരു വിഷുദിനമാണ്. സന്തോഷത്തോടെ വീടുകളിൽ കുടുംബാംഗങ്ങളോടൊപ്പം ആഘോഷിക്കേണ്ട ഒരു വിഷുദിനമാണ്. അത് ഈ സമരപ്പന്തലിൽ ഒതുക്കേണ്ടി വന്നതിൽ വലിയ നിരാശയും സങ്കടവും ഒക്കെ ആശാപ്രവർത്തകർക്കുണ്ട്. പക്ഷേ അവർ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാതെ സമരം അവസാനിപ്പിച്ച് പോകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ആശാപ്രവർത്തകർക്ക് ഉള്ളത്. ഈ മേടമാസത്തിലെങ്കിലും സർക്കാരിൻ്റെ കണ്ണ് തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വിഷുദിനത്തിലും സമരപ്പന്തലിൽ അവർ സമരം തുടരുന്നത്. രാപ്പകൽ സമരവും അനിശ്ചിതകാല നിരാഹാര സമരവും ഒക്കെ അവർ വീണ്ടും തുടരുകയാണ്. സമരം കൂടുതൽ ശക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ പറയുന്നത്. ക്യാമറമാൻ പോൾ ശ്രീകാര്യത്തിനൊപ്പം സൂര്യഗായത്രി, കേരള വിഷൻ ന്യൂസ്.